എന്റെ ഭർത്താവിന് വലുതായിട്ട് ദൈവവിശ്വാസം ഇല്ലെങ്കിലും ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാ വിഷുവിന്റെ അന്നും അല്ലെങ്കിൽ എല്ലാ പൂജ വെപ്പിന്റെ അന്നും എല്ലാ ഓണത്തിന്റെ അന്നും സദ്യ, അങ്ങനെ വെജിറ്റേറിയൻ ആയിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചട്ടവട്ടങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട്. അപ്പൊ അങ്ങനെ വിഷുവിന്റെ അന്ന് ഞങ്ങൾ കല്യാണത്തിന് ശേഷം എപ്പോഴും കണി വെക്കും. എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ജോലി തിരക്കാണെങ്കിലും ഞാൻ കണി വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കണി കാണും. ഞാൻ MLA ആകണം, അതുകൊണ്ട് തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് അതിനെനിക്ക് സംശയമേ ഇല്ല. ഞാനൊരു ജയിച്ചു വരാനും MLA ആകാനും വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു നിയോഗം എന്റെ കയ്യിൽ വന്നത്, എന്റെ അടുത്ത് വന്നത്. അപ്പൊ അതുകൊണ്ട് ജയിക്കാതിരിക്കാൻ ഒരു തരവുമില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയല്ല, അതൊരു അറിവാണ്, നമുക്കൊരു നോളജാണ്. അതായത് ഇങ്ങനെ ഇപ്പം ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരാനുള്ളതും ഒരു നിമിത്തമായതും ഇങ്ങനെ ഇലക്ഷന് നിൽക്കാനുള്ള ഒരു നിമിത്തവും ഇതെല്ലാം എനിക്കിങ്ങനെ കൊണ്ടുവന്ന എവിടെ നിന്നൊക്കെ കിട്ടിയ അവസരങ്ങളാണ്. അപ്പൊ ഈ അവസരങ്ങൾ വെറുതെ ആവില്ലല്ലോ. അതുപോലെ മേയറാകാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്കിത് കിട്ടില്ലായിരുന്നു. എന്റെ ശ്രീലേഖ ചേച്ചി നമ്മുടെ അടുത്ത വിഷുവിന് MLA ആയ എന്റെ ശ്രീലേഖ ചേച്ചിക്ക് ഒപ്പം ഇരുന്ന് കർമാന്യൂസിന് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിക്കാൻ സാധിക്കും എന്നുള്ള അതിനു വേണ്ടിയിട്ടുള്ള അവിടെ പ്രതീക്ഷയല്ല, അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇനി ഞാൻ. എന്തായാലും വളരെ സന്തോഷം. എന്റെ ഭാഗത്തു നിന്നും ചേച്ചിക്കും ചേച്ചിയുടെ അമ്മയ്ക്കും കുടുംബത്തിനുമൊക്കെ മനോഹരമായ ഒരു വിഷു ആശംസിക്കുന്നു. അതുപോലെ കർമാന്യൂസിനും പ്രത്യേകിച്ച് കവിതക്കുട്ടിക്കും താങ്ക് യു മാം. ഒരു ജനപ്രതിനിധിയാകാനുള്ള ഒരു മുന്നൊരുക്കത്തിലാണ്. ഈ വിഷുവിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു പ്രതീക്ഷയോടെ, ഒരു പ്രത്യാശയോടെ വീട്ടിലെത്തവണ വിഷു കണിയൊക്കെ ഒരുക്കുന്നുണ്ട്. എന്താണ് മാഡത്തിന്റെ വിഷു ഒരുക്കങ്ങൾ? ഇതിന് ശേഷം ഞാൻ കല്യാണം കഴിച്ച ശേഷം എന്റെ ഭർത്താവിന് വലുതായിട്ട് ദൈവവിശ്വാസം ഇല്ലെങ്കിലും ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാ വിഷുവിന്റെ അന്നും അല്ലെങ്കിൽ എല്ലാ പൂജ വെപ്പിന്റെ അന്നും എല്ലാ ഓണത്തിന്റെ അന്നും സദ്യ, അങ്ങനെ വെജിറ്റേറിയൻ ആയിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചട്ടവട്ടങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട്. അപ്പൊ അങ്ങനെ വിഷുവിന്റെ അന്ന് ഞങ്ങൾ കല്യാണത്തിന് ശേഷം എപ്പോഴും കണി വെക്കും. എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ജോലി തിരക്കാണെങ്കിലും ഞാൻ കണി വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കണി കാണും. അത് എല്ലാ സാധനങ്ങളും അതേപോലെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞത് എന്തൊക്കെ സാധനങ്ങൾ വേണം കണി വെക്കാൻ എന്നുള്ളത്. അപ്പൊ എന്തെങ്കിലും ഞാൻ വിട്ടുപോയാൽ തന്നെ പറയും അത് മുണ്ട് വെച്ചില്ല അല്ലെങ്കിൽ കണ്ണാടി വെച്ചില്ല എന്തൊക്കെ പറയും. ഒക്കെ വെള്ളരിക്ക, കണിക്കൊന്ന, പിന്നെ ചില പച്ചക്കറികള്, പൂവില്ലെങ്കിൽ തുളസിയല്ല, ഓരോ കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മിച്ച് പറയും അത് വെച്ചിട്ടില്ല ഇത് വെച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ വെക്കാറുണ്ട്. മോനുണ്ടായ പിന്നെ അങ്ങനെയാണ്. മോന് പക്ഷെ ഇതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. വല്ലപ്പോഴും വരുമ്പോ വരും, പക്ഷെ രാവിലെ എണീക്കത്തൊന്നുമില്ല, കടി കാണത്തൊന്നുമില്ല, അങ്ങനെയില്ല. പക്ഷെ ഞങ്ങൾ ചെയ്യും, പുതിയ ജനറേഷൻ. പിന്നെ വിഷുക്കൈനീട്ടം കൂടെ നിൽക്കുന്ന പോലീസുകാർക്കൊക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം ഒരു അമ്മ ഉണ്ടല്ലോ, ഞങ്ങളുടെ അമ്മയുണ്ട്. അപ്പം എന്റെ വീട്ടിലുണ്ട്, അമ്മയ്ക്ക് പ്രായമായി. അപ്പൊ അങ്ങനെ അമ്മ എല്ലാ ദിവസവും ഇപ്പൊ കഴിഞ്ഞ ഒരു മാസമായിട്ട് എണീറ്റ് വേട ഒന്നായോ ചോദിക്കുന്ന ഒരു മാസമായിട്ട് അമ്മ ചോദിക്കും. ഞാൻ ഇല്ല അമ്മ ഇനി 10 ദിവസം ഉണ്ട്, ഇനി 20 ദിവസം ഉണ്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇന്നിപ്പോ അമ്മയുടെ മേട ഒന്നായി എന്ന് പറയുമ്പോ അമ്മയുടെ മുഖത്തെടുത്തല്ല. ഇന്നാണോ വിഷുജമ്മനല്ല, നാളെ ഉള്ളൂ. അമ്മയ്ക്ക് എത്ര വയസ്സായി? അമ്മയ്ക്ക് 94 കഴിഞ്ഞു. 94 ഓർമ്മകളൊക്കെ ഉണ്ട്. ചെറുതായിട്ട് പഴയ കാര്യങ്ങൾ നല്ല ഓർമ്മയാണ്. പഴയ കാര്യങ്ങളെല്ലാം നല്ല ഓർമ്മ. പക്ഷെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറക്കുന്ന ഒരു ശീലമുണ്ട്. കുഴപ്പമില്ല. അമ്മയ്ക്ക് കണ്ണ് മാത്രമേ ഉള്ളൂ പ്രശ്നം, ബാക്കിയെല്ലാം വേറെ ഹെൽത്ത് ക്രൈറ്റീരിയ ഒക്കെ കുഴപ്പമൊന്നുമില്ല. ജോയിന്റ് പെയിൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്കുണ്ട്, പക്ഷെ ഒരു പേടിയുണ്ട് പൊതുവെ. എന്താണ് വിജയപ്രതീക്ഷ എത്രത്തോളം ഉണ്ട്? എന്തായാലും നമുക്ക് ഒരു നല്ല അവസരമായതുകൊണ്ട് ആ ഒരു കാര്യം കൂടി പങ്കുവയ്ക്കാം. അല്ല, കവി നേരത്തെ പറഞ്ഞു ഇങ്ങനെ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പോകുന്ന പൊതുജന സേവിക. ഞാനിപ്പോ 4 മാസമായിട്ട് അതിലുണ്ട്. ഞാൻ കൗൺസിലറാണ് ശാസ്ത്രമംഗലം വാർഡിന്റെ. ഇപ്പം ഒരു 1.5 വർഷത്തിന് മുകളിലായിട്ട്, സെപ്റ്റംബർ കഴിഞ്ഞ് 2 വർഷം ആകാൻ പോകുന്നു ആക്ച്വലി. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നിട്ട്. അപ്പൊ ഒരു പാർട്ടി പ്രവർത്തക എന്നുള്ള നിലയിൽ ഞാൻ രാഷ്ട്രീയത്തില് വളരെ സജീവമാണ്. പിന്നെ വൈസ് പ്രസിഡന്റാണ്, സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. പിന്നെ കൂടാതെ ഞാൻ കൗൺസിലറായിട്ട് നിന്ന ശേഷമുള്ള പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോ ഒരു നിയോഗം പോലെ വീണ് കിട്ടിയതാണ് ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിൽക്കുക എന്നുള്ളത്. അപ്പൊ അത് ആദ്യമൊക്കെ എനിക്ക് നല്ല മടിയുണ്ടായിരുന്നു. പക്ഷെ നിന്ന് കഴിഞ്ഞപ്പോൾ അതൊരു വലിയ ഒരു സംഭവമായിട്ടൊരു ഒരുപാട് ജനങ്ങളെ സേവനം ചെയ്യാനുള്ള ഒരു വലിയ ഒരു അവസരമായിട്ട് അത് ഭഗവാൻ കൊണ്ടു തന്ന, ദൈവം കൊണ്ടു തന്നു എന്നുള്ളൊരു വിശ്വാസമാണ് ഇപ്പൊ മനസ്സിലുള്ളത്. അപ്പൊ അതിന്റെ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ MLA ആകണം, അതുകൊണ്ട് തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് അതിനെനിക്ക് സംശയമേ ഇല്ല.
ഞാനൊരു ജയിച്ചു വരാനും MLA ആകാനും വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു നിയോഗം എന്റെ കയ്യിൽ വന്നത്, എന്റെ അടുത്ത് വന്നത്. അപ്പൊ അതുകൊണ്ട് ജയിക്കാതിരിക്കാൻ ഒരു തരവുമില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയല്ല, അതൊരു അറിവാണ്, നമുക്കൊരു നോളജാണ്. അതായത് ഇങ്ങനെ ഇപ്പം ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരാനുള്ളതും ഒരു നിമിത്തമായതും ഇങ്ങനെ ഇലക്ഷന് നിൽക്കാനുള്ള ഒരു നിമിത്തവും ഇതെല്ലാം എനിക്കിങ്ങനെ കൊണ്ടുവന്ന എവിടെ നിന്നൊക്കെ കിട്ടിയ അവസരങ്ങളാണ്. അപ്പൊ ഈ അവസരങ്ങൾ വെറുതെ ആവില്ലല്ലോ. അതുപോലെ മേയറാകാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്കിത് കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അത് ആദ്യം ഒരു നല്ലതായിട്ട് ഭവിച്ചു. അപ്പൊ എല്ലാം ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഭവിക്കുന്നതാണ്, ഒരു ഡയറക്ഷനിലോട്ട് എന്നെ കൊണ്ടുപോവാണ്, ഒരു വഴിയിലൂടെ ഒരു പാതയിലൂടെ നയിക്കുന്നതാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിജയത്തിന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, വിജയം ഉറപ്പാണ്. എന്തായാലും എന്റെ ശ്രീലേഖ ചേച്ചി നമ്മുടെ അടുത്ത വിഷുവിന് MLA ആയ എന്റെ ശ്രീലേഖ ചേച്ചിക്ക് ഒപ്പം ഇരുന്ന് കർമാനൂസിന് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിക്കാൻ സാധിക്കും എന്നുള്ള അതിനു വേണ്ടിയിട്ടുള്ള അവിടെ പ്രതീക്ഷയല്ല, അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇനി ഞാൻ. എന്തായാലും വളരെ സന്തോഷം. എന്റെ ഭാഗത്തു നിന്നും ചേച്ചിക്കും ചേച്ചിയുടെ അമ്മയ്ക്കും കുടുംബത്തിനുമൊക്കെ മനോഹരമായ ഒരു വിഷു ആശംസിക്കുന്നു. അതുപോലെ കർമാന്യൂസിനും പ്രത്യേകിച്ച് കവിതക്കുട്ടിക്കും ആശംസകൾ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്.